പ്രേക്ഷക ലക്ഷങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം അളിയൻസ് ഇനി തിങ്കൾ മുതൽ വെള്ളി വരെ ഉണ്ടായിരിക്കുന്നതാണ്. ഈ ദോശയുടെ കൂടെ നല്ല ബീഫ് റോസ്റ്റ്. തൽക്കാലം ദോശ ചമ്മന്തിയും കൂട്ടി തിന്നു. അങ്ങനെ കഴിച്ചിട്ടുണ്ടോ തട്ടട കിട്ടുന്ന ദോശ? മതിയാടി എന്താ ചൂട് ദോശ ഈ ഹോട്ടലിലും പോകും കേട്ടോ. കുറെ കഴിച്ചില്ലേ ഞാൻ 3-4 വേണ്ട, നമ്മള് കൊറേ പോയതാ കേട്ടാ. അവന് കൊടുക്കാൻ നമ്മളല്ലേ ഉള്ളടി. എന്നാടാ ഇതാണ് മാതൃസ്നേഹം എന്ന് പറയുന്നത്. കണ്ടുപിടി. ആ മാതൃസ്നേഹം കുറച്ച് ദിവസമായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഇച്ചിരി സ്നേഹ കൂടുതലൊക്കെ എന്താണെന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. ചമ്മന്തി എടാ എടേ കനകൻ അവിടെ ഇരിക്കുകയാണ്. ഇതുവരെ ഒന്നും കഴിച്ചില്ല. അവന് ഡ്യൂട്ടിക്ക് പോകാൻ നേരമായി. കനകന് കൊടുക്കാനൊക്കെ എനിക്കറിയാം, ഞാൻ കൊടുത്തോളാം. എടാ ഞാൻ ഇന്ന് വൈകുന്നേരത്ത് അമ്പലത്തിൽ പോകുന്നുണ്ട്. നീ വരുന്നുണ്ടോ? കൂട്ടിനോ? ഞാൻ വരാം. എന്താ അല്ല ഞാൻ അമ്പലത്തിൽ കൂട്ടിനെ ഞാൻ വരാം. പക്ഷെ ആ അമ്പലത്തിന്റെ ഫ്രണ്ടിലുള്ള അയ്യറ കടയിനെ ചൂട് പൂരി പൊടിച്ചു. ഇവന്റെ ഒരു കൊതി വാങ്ങിച്ചു തരാം. ഞാനും വരാം. എനിക്ക് ഐസ്ക്രീം വാങ്ങിച്ചു തരുമോ? എന്താ കൊച്ചു മോന് അമ്മൂമ്മ ഏറ്റവും നല്ല ഐസ്ക്രീം വാങ്ങിച്ചു തരാം. എന്താ ശരിക്കും? ഞാൻ രാവിലെ അമ്പലത്തിൽ പോവാറുണ്ടല്ലോ. ഇന്നലെയും പോയി. അമ്മ എന്റെ കൂടെ വരാത്തത് എന്താ? അതിന് നീ എന്നെ വിളിച്ചാ? വിളിച്ചാ മാത്രമാണ് അമ്പലത്തിൽ വരാൻ പറ്റുള്ളൂ. ഞാൻ എന്താ കല്യാണത്തിന് പോയതാണ് അമ്പലത്തിൽ പോയപ്പോ. ഇപ്പൊ ഇവനെ വിളിച്ചിട്ടല്ലല്ലോ അമ്മ അവനെ അങ്ങോട്ട് വിളിക്കുവല്ലേ. നീ കൂട്ടിന് വരുമോ? എന്താ കാര്യം? അവനിപ്പം പോണില്ലല്ലോ, അതുകൊണ്ട് നീ വരുന്നാന്ന് ചോദിച്ചു. നീ പോയപ്പോ എന്നെ വിളിച്ചില്ലല്ലോ, അതുകൊണ്ടാണ്. ആ ഇതിലെന്തോ ചുറ്റിക്കളി ഉണ്ട്. ചുറ്റിക്കളി ഇതാണ് സ്വഭാവം. അല്ലെങ്കിൽ റൊണാൾഡിനെ ഓരോടത്തും വിളിക്കാത്താണല്ലോ. കാര്യം പറ. എന്ത് ചുറ്റിക്കളി? അവിടെ ചുറ്റിക്കളിയായ അമ്പലത്തിൽ പോണോ വരുന്നാന്ന് ചോദിച്ചു. ചിട്ടിക്കുരുവിനെയൊക്കെ ഞാനൊരു ദിവസം കൂട്ടിൽ പിടിച്ചിടും കേട്ടാ. കാര്യം മോളൊക്കെ ആണെങ്കിലും ഇതേപോലെ കുശുമ്പ കുന്നായ്മയുള്ളൊരു സ്ത്രീ ഈ പഞ്ചായത്തില്ല. കെല്ലി വളർത്തിയത് അതിന്റെ ഇതാണ്. താലോലിച്ച് ഞാൻ അതിന്റെ കുഴപ്പം. ഓട്ടടാ സാരമില്ല. മക്കളെ കഴി. ചായ ചോദിച്ചത് ഉറങ്ങിയല്ലോ. എന്നാടാ ഇതെന്തുറക്ക ക്ഷീണത്? മധുരം കുഴപ്പമില്ല. ഇനി കുറച്ച് മധുരം കുറച്ച് തുടങ്ങണം. ഞാനും മധുരം കുറച്ചാലോന്ന് ആലോചിക്കാം. നല്ല അടി. സത്യം പറഞ്ഞ മധുരം ഒഴിവാക്കുന്നതാണ് നല്ലത്. നമുക്ക് ചായയിൽ മാത്രമേ മധുരം ഇടാം. ബാക്കി മധുരങ്ങളെല്ലാം കുറയ്ക്കണം. ഈ അമ്പലത്തിൽ പോക്കുള്ളവർ എന്ത് ചെയ്തു? ഇപ്പോഴെങ്ങാനും വരുമോ? ഫസ്റ്റ് ആളാ കൂടെ പോയേക്കണേ. ഇനി കടയായ കടയും ചായക്കടയായ ചായക്കടയും ഹോട്ടലും തട്ടുകട എല്ലാം നിരങ്ങിയിട്ടേ വരുള്ളൂ. സാറിന് അമ്മ ഒറ്റയ്ക്കല്ലേ പോലെ. ഇപ്പൊ ഇവനെ കൊണ്ട് എനിക്കെന്തോ ഒരു വശപ്പശക്ക് തോന്നുന്നുണ്ട് കനക. അല്ല അമ്മയ്ക്കിപ്പോ അവന്റെ കാര്യത്തില് ഭയങ്കര സ്നേഹം. അവന്റെ ഇല്ലായ്മയെ കുറിച്ച് അമ്മ അങ്ങ് വിഷമിക്കുന്നു. രണ്ടുപേരും കൂടി 24 മണിക്കൂറും കുശുകുശുപ്പ്. ഇതേ രാവിലെ ദോശ കൊടുത്തപ്പോ അവന് കൊടുക്കടി ദോശ, അവന് നമ്മളല്ലേ കൊടുക്കാനൊന്നും. അമ്മയുടെ ദോശ എടുത്ത് അവനിട്ട്. പിന്നെ എപ്പോഴൊന്നും പറയാറൊന്നുമില്ല. എന്റെ സംശയം ഇവന്റെ ഇല്ലായ്മയൊക്കെ പറഞ്ഞ അമ്മയുടെ കയ്യിൽ നിന്ന് പൈസ തട്ടുന്നുണ്ടോന്നൊരു സംശയം ഇല്ലാതില്ല. അമ്മയുടെ കയ്യിൽ നിന്ന് അവൻ ആള് മാറിപ്പോയി. എന്ത് ഒരു പൈസ ഇട്ട 2 പൈസ ഇല്ല എഴുന്നേക്കാത്താണാ. മനസ്സിലായില്ലേ? പോലീസുകാരന്റെ ഭാര്യയാണ്. അതൊക്കെ ശരിയായിരിക്കും. പക്ഷെ ആരെങ്കിലും വിഷമം പറഞ്ഞ അമ്മ അപ്പം കൂടെ അലിഞ്ഞു പോവും. അതിപ്പോ നമ്മളെല്ലാരും ചെയ്യൂലേ? അങ്ങനെയുള്ളു. അല്ലാതെ നമ്മ കൈവിട്ട് കളിക്കില്ല. ഞാനൊന്നും അങ്ങനെ ചെയ്യൊന്നുമില്ല. ഞാനൊന്നും അങ്ങനെ ചെയ്യൂല. എന്തോന്ന്? പിന്നെ അതാ വരുന്നു. ബാബാ ഒരു ചൈതന്യം അമ്പലത്തിൽ. ആ വെട്ടവും വെളിച്ചെന്റെ തൊമ്പുതാനേ പറയാൻ. അതിലും ചൈതന്യമാണല്ലോ അമ്മേനെ നോക്കി പാറി പറന്ന് കിടക്കുന്നു. പറക്കട്ടെ. അമ്പലത്തിൽ വന്നവര് മൊത്തം അമ്മയെ തന്നെ നോക്കിച്ച് നോക്കിക്കൊണ്ടിരുന്നേ. ഇത്രയും ചിത്രശലഭങ്ങളുടെ കൂട്ടത്തിൽ വേറെ ഏതായി ചിത്രശലഭം? എന്റെ പൊന്നോ, ആ അമ്പലത്തിന്റെ അടുത്തേ ഒരു കടയുണ്ടായിരുന്നു. ആ കടയെന്നേ ഒരു 50 പൂരി വാങ്ങിച്ചടിച്ചു ഈ റൊണാൾഡോ മാമൻ. 50 പൂരി. 50 കഴിച്ചോളാം.
അത് പുണ്യം. എന്നിട്ട് പിന്നെ തിരിച്ചിട്ട് അങ്ങള് വയ്യാതായി. ചായക്കടക്കാരങ്കിള് ഓ പാവം. എന്നിട്ട് ഈ അങ്കിള് വയ്യാതായില്ലേ? നിനക്ക് ഐസ്ക്രീം മേടിച്ചു തന്നാ? ഐസ്ക്രീം കഴിച്ചാ? ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിട്ടാ ചാടി ഓടി പോയത്. എത്രണ്ണം കഴിച്ചെന്ന് ചോദിച്ചു. നാളെ ചുമച്ചില്ല ഭാഗ്യം. അയ്യോ എത്രണ്ണം കഴിച്ചു? ഞാൻ ഒന്നല്ലേ കഴിച്ചുള്ളൂ. ഒന്നും കഴിക്കൂല. ഒന്നേ കഴിക്കൂ. എന്റെ വെച്ച് ഒന്നേ കഴിക്കുള്ളൂ. ആ 2 എണ്ണം കഴിച്ചു. പിന്നെ ഞാൻ കഴിച്ചതിന്റെ പകുതിയും കൊടുത്തു. അതിന്റെ ഇടയിൽ നീ അതും കഴിച്ചാ? പിന്നെ അവൻ കഴിക്കുമ്പോ ഞാൻ നോക്കിയിരിക്കും ചെയ്യാന്ന്. നമുക്ക് ചായ വെള്ളം വല്ലതും വേണോ? 2 ഗ്ലാസ് എടുത്തോ പറഞ്ഞ എനിക്കൂടെ. അയ്യോ വേണ്ട മക്കളെ, ഇപ്പൊ കുടിച്ചതേ ഉള്ളു. ഇതെന്തൊരു ചായ കുടിയാടാ നീ? നമ്മൾ അവിടുന്ന് ഇവിടെ വരെ നടന്നില്ലേ അമ്മേ? എന്നാലും ഒരു ചെറിയ കടുപ്പം അല്ല. നാളെ ബാങ്കിൽ വരുന്ന കാര്യം മറക്കല്ലേ? ഞാൻ മറക്കത്തില്ല. പക്ഷെ ബാങ്കിൽ പോന്നാലും അമ്മ മറക്കും. ഞാൻ മറക്കത്തൊന്നുമില്ല. സൂക്ഷിച്ച്. ചായ ഇട്ടു തരാം. ഉടുപ്പ് മാറ്റിയിടാം. ഇനി എവിടെയെങ്കിലും പോകുന്നുണ്ടോ? ഇല്ല. എന്നാപ്പാ നടക്ക്. ചായ. എന്നാടാ ഇത് കുടിച്ചിട്ട് പോടാ നീ. ചിയേഴ്സ്. അമ്മ ഞാനും കൂടെ കഴിവട്ടെ. അയ്യോ മക്കളെ സഹായിക്കണ്ട, ഒരുപാടൊന്നും ഇല്ലല്ലോ, 2-3 ഉള്ളു. മക്കൾ അങ്ങോട്ട് മാറി വെക്കും, ദേഹത്തൊക്കെ വെള്ളം തെറിക്കും. ഞാൻ സംശയം ചോദിക്കട്ടോ? എന്തോന്ന് സംശയം? ഈ പാത്രം എന്തിനാ കഴുകുന്നേ? പാത്രം എന്തിനാ കഴുകുന്ന? പിന്നെ പാത്രം കഴുകണ്ടേ? പാത്രം കഴുകല്ലേ വൃത്തിയാവത്തുള്ളൂ. നമ്മൾ വയ്ക്കുന്നതിൽ തന്നെ വീണ്ടും വയ്ക്കണം. കഴുകാതെ വെച്ചാൽ വൃത്തിയുണ്ടോ അതിന്? നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് കൈ കഴുകിയിട്ട് ഭക്ഷണം കഴിക്കണം. അല്ലെങ്കിൽ അഴുക്ക കൂടെ വയറ്റി നമുക്ക് കേട് വരും. ഇവിടെ ഉണ്ട്. പോയായിരുന്നു തായേ. ഞാൻ പോയ മോശമാവൂ. 5300 രൂപയുണ്ട്. ഇത് ലാഭം മാത്രമാ, മുതലെപ്പോഴും അവിടെ കിടക്കുക. നമുക്കൊന്നും 500 രൂപ. എടാ ഇത് നിന്റെ വട്ടച്ചെലവിന് തന്നതേ ഉള്ളു. കൊടുങ്ങാവിളയിൽ പോകുമ്പോൾ നിനക്ക് ഞാൻ നല്ലൊരു തുക തന്നേക്കുന്നുണ്ട്. പോരെ? ഓ എനിക്ക് എന്തിനടാ ഈ ലാഭമൊക്കെ? എല്ലാം എൻ്റെ കൊച്ചുങ്ങൾക്കുള്ളതാ. പിന്നെ മുത്തിൻ്റെ കല്യാണത്തിന് എനിക്ക് വല്ലതും കൊടുക്കണം, നല്ലൂൻ്റെയും സയ്യൂൻ്റെയും പഠിത്തത്തിന് ചിലവാക്കണം. അങ്ങനെ എത്ര കാര്യം കിടക്കുന്ന എല്ലാവർക്കും തന്നെ. വന്നാ നീ ഇത് എവിടെ നടക്കണു കൊച്ചേ? നീ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഈ ചെടി എന്തിനാ? ചെടിയോ? ഇത് ചെടിയത് എന്തോരു സാധനമല്ലേ ഇത്? എന്തുവാ? മുരിങ്ങയില. മുരിങ്ങാക്കോല് കണ്ടിട്ടുണ്ടോ? എങ്ങനെ ഇരിക്കണേ? ഇങ്ങനെ തന്നെ. ഇങ്ങനെയാ മുരിങ്ങാക്കോല് ഇരിക്കുന്നത്? പിന്നെ എങ്ങനെ? നീ മുരിങ്ങാക്കോല് കണ്ടിട്ടില്ലേ? നീ ഇല്ല. സാമ്പാറിന്റെ മുരിങ്ങാക്കോല് കിട്ടിയിട്ടില്ലേ നിനക്ക്? കിട്ടിയിട്ടുണ്ട്. എങ്ങനെ ഇരിക്കുന്നത് പറ? ഇങ്ങനെ. ഇങ്ങനെയോ? അല്ല ഇങ്ങനെ. എടാ ഇങ്ങനെ നീളത്തിലിരിക്കുന്ന വെജിറ്റബിൾ വടി പോലെ ഇരിക്കുന്നത് മുരിങ്ങാക്കോല്. സാമ്പാറിന് ഇങ്ങനെ ചപ്പി ചപ്പി തിന്നൂലേ, അത് അതാണ്. അതിന്റെ ഇലയാണിത്. ഇപ്പൊ എന്തെങ്കിലും ആവട്ടെ അമ്മ, ഞാൻ സംശയം ചെയ്യട്ടോ? ഓ, ഈ മുരിങ്ങക്കോല ഉണ്ടല്ലോ, മുരിങ്ങയുടെ ഇല. മുരിങ്ങയില എന്തിനാ? ഇതെന്തിനു? തോരൻ വെക്കാൻ. കുഞ്ഞിന് ഇഷ്ടമാണല്ലോ തോരൻ വെച്ച് തന്നാല്. അയ്യേ, തോരൻ വെക്കാനാ? എന്തേ? അയ്യേ. എന്താ അയ്യേ? എനിക്ക് തോരനൊന്നും ഇഷ്ടമില്ല. പിന്നെ എന്താ നിനക്ക് ഇഷ്ടം? എനിക്ക് മീനാ ഇഷ്ടം. മീൻ തിന്നിട്ടുണ്ടെങ്കിൽ അവസാനം കാലൊന്നും ഇല്ലാതെ മീനെ പോലെ ഇങ്ങനെ നടക്കും. ഇതൊക്കെ തിന്നാൻ മസിലുണ്ടാവും, മസില്. മസിലിക്കൊണ്ട് കണ്ണിന് കാഴ്ച വേണം നിനക്ക്, അല്ലെങ്കിൽ കണ്ണ് കാണാതെ വലിയ കണ്ണടയൊക്കെ വെക്കേണ്ടി വരും. എനിക്ക് കണ്ണാടൊന്നും വേണ്ട, എനിക്ക് കണ്ണിന് കാഴ്ചയൊക്കെ ഉണ്ട്. അയ്യോ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. എന്തുവാ? അതറിഞ്ഞില്ലേ? ഞാനൊന്നും അറിഞ്ഞില്ല. റൊണാൾഡോ മാമൻ അമ്മൂമ്മക്ക് കൊറേ പൈസ കൊടുത്ത്, തിരിച്ച് അമ്മൂമ്മ റൊണാൾഡോ മാമന് കൊറേ പൈസ കൊടുത്ത്. റൊണാൾഡോ മാമൻ അമ്മൂമ്മക്ക് കൊറേ പൈസ കൊടുത്ത്, അമ്മൂമ്മ റൊണാൾഡോ മാമന് കൊറേ പൈസ കൊടുത്ത്. പിന്നെ ചുമ്മാ? സത്യം. എന്നോട് ആര് പറഞ്ഞു? ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. പൈസ കൊടുക്കുന്നതാ? എത്ര രൂപ ഉണ്ടായിരുന്നു? എത്ര രൂപ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ.
ഉണ്ടായിരുന്നു. കൊറേ പൈസ എന്ന് പറഞ്ഞാ കയ്യിലാണോ കൊടുത്തത്? ആന്ന്. എനിക്ക് എങ്ങനെ എണ്ണാൻ പറ്റും? കയ്യിലല്ലേ ഇല്ലെന്ന്. അതിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ കൊടുത്തത്? എനിക്കറിഞ്ഞൂടാ. അല്ല തങ്കം, അന്ന് ക്ലീറ്റസിന് അടി കൊണ്ടപ്പം ദേഹത്തിന് ഒരു തൈലം വാങ്ങിച്ചില്ലായിരുന്നു? ഒരു ഇത്തിരി എൻ്റെ ഈ മുഴുവന് നല്ല വല്ല ഒരു വേദന. അതൊക്കെ തരാം. അമ്മ അവിടെ ഒന്ന് ഇരുന്നേ. ഇരിക്ക്. അമ്മേ, ഓ അമ്മ എന്തിനാ റൊണാൾഡിന് പൈസ കൊടുത്ത കുറച്ചു മുമ്പ്? പൈസ? ഞാനാ? നിനക്കെന്ത് വേണ്ടേ? അവന് പൈസ കൊടുക്കാൻ ഞാൻ എന്റെ ആരാ? ഞാൻ അവന്റെ ആരാ? അത് തന്നെ ഞാനും ചോദിക്കേണ്ടത്. അമ്മ പൈസ കൊടുത്തില്ലേ? ഞാൻ കൊടുത്തൊന്നുമില്ല. അമ്മ പൈസ കൊടുത്തില്ലേ? എടി നിന്റെ അടുത്ത് നുണ ആരാ പറഞ്ഞ? ഒന്നേ നീ ഊഹിച്ചെടുത്ത് അല്ലെങ്കിലും ആരെങ്കിലും നുണ പറഞ്ഞു. അത് തന്നെയാണ്. ഒരാള് നുണ പറഞ്ഞില്ല. പറഞ്ഞ ആളെ കൊണ്ട് നിർത്തട്ടെ. കൊണ്ട് നിർത്ത്. അങ്ങനെ ഒരാളെ കൊണ്ടുവന്ന് നിർത്ത്. തക്കിടു. അമ്മൂമ്മ റൊണാൾഡോ മാമന് പൈസ കൊടുത്തോ? അങ്ങനെ ചോദിച്ചാ ചെറുക്ക കൊടുത്തോ ഇല്ലയോ? കൊടുത്തു. അതാ എടി, അതെനിക്ക് മരുന്ന് വാങ്ങിക്കാൻ ഞാൻ അവൻ്റെ കൊടുത്തയച്ചതാ. എൻ്റെ മരുന്നൊക്കെ അങ്ങ് തീർന്ന്. അയ്യോ, അമ്മ ഇന്ന് മുതലാ റൊണാൾഡിന്റെ കയ്യിൽ മരുന്ന് മേടിക്കാൻ പൈസ കൊടുത്തിട്ട് തുടങ്ങിയത്? കനകനാണല്ലോ പൈസ മേടിക്കാറ്. അതിന് വേണ്ടി ഇനിയിപ്പൊ അവനെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടെന്ന് വിചാരിച്ച അത്രേ ഉള്ളു. പിന്നെ എന്തിനാ അമ്മ ആദ്യം നുണ പറഞ്ഞത്? അല്ല, ഞാനത് ഓർമ്മിച്ചില്ല. ശരി, മരുന്ന് മേടിക്കാൻ പൈസ കൊടുത്തു. റൊണാൾഡ് എന്തിനാ അമ്മയ്ക്ക് കൊറേ പൈസ തന്നത്? റൊണാൾഡ് അമ്മക്ക് കൊറേ പൈസ തന്ന് പറയിപ്പിക്കട്ടെ. കൊടുത്താടാ? കൊടുത്താ? ഇവൻ പിന്നെ എന്തിനാ എന്റെ അടുത്ത് വന്ന് പറഞ്ഞത്? അല്ല, കൊടുത്തു. കൊറേ പൈസ ഒന്നും കൊടുത്തില്ല. ഞാൻ മരുന്ന് വാങ്ങിക്കാൻ കൊടുത്തതിന്റെ ബാക്കി ചില്ലറ പൈസ. അതെന്താ മരുന്ന് മേടിക്കാൻ ഇങ്ങനെ കൊടുത്തു, അപ്പൊ തന്നെ ബാക്കി ഇങ്ങ് തന്നോ? ഇത് കൊടുത്തിട്ട് തിരിച്ചു കൊണ്ടുവന്ന് തന്നതായിരിക്കും. ആ കൊച്ചല്ലേ? അതിനെ കൊച്ചൊന്നുമല്ല, മാമൻ അമ്മയ്ക്ക് പൈസ തന്നു. അതായത് റൊണാൾഡോ അമ്മയ്ക്ക് പൈസ തന്നു. അപ്പൊ തന്നെ രണ്ടുപേരും കൂടി കുറച്ച് ദിവസമായിട്ട് എന്തോ പരിപാടികളുണ്ട്. അതെന്താന്ന് പറ. എന്തോ പരിപാടികൾ. ഒരു പരിപാടി. പൈസ എന്തിനാ പിന്നെ കൊടുത്തത്? അല്ലെങ്കിൽ എനിക്ക് മനസ്സുണ്ടായിട്ട് കൊടുത്തു. നീ ആരുടെ എന്റെ അടുത്ത് ചോദിക്കാൻ? എന്റെ ഭർത്താവ് എനിക്ക് പെൻഷന്റെ പൈസയാണ്, അറിയാമോ? അത് എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ചെലവാക്കും. നീ അതൊന്നും എന്റെ അടുത്ത് ചോദിക്കണ്ട. അതിന് ഞാൻ എന്തിനാന്നല്ലേ ചോദിച്ചുള്ളൂ. അമ്മയ്ക്ക് എന്തിനാ? അവന് പെൻഷൻ കിട്ടുന്നുണ്ട്. അമ്മയ്ക്ക് എന്തിനാ പൈസ? എനിക്ക് മനസ്സുണ്ടായിട്ട് കൊടുത്തു. ഞാനൊരു ദാനം കൊടുത്തു. എന്താ അവൻ ഇവിടെ കിടക്കുന്നവനല്ലേ? അവൻ ചിലപ്പോ ചില്ലറ ചെലവാക്കണം. അതുകൊണ്ട് ഞാൻ കൊടുത്ത് പിന്നെ നീ മെനഞ്ഞാന്ന് വെച്ചാൽ 250 രൂപയും കൊടുത്ത ഇങ്ങോട്ട് എനിക്ക് പോണം. എന്റെ കയ്യിൽ പൈസ ഇല്ല. എനിക്കിപ്പോ പൈസ വേണം. പൈസ എടുത്തോളൂ. ഹാർലി ഡേവിഡ്സന്റെ എഞ്ചിൻ പണി. ഡേവിഡ് അച്ഛൻ എമർജൻസിയോ? ഹാർലി ഡേവിഡ്സന്റെ എഞ്ചിൻ പണി. അച്ഛൻ നേരത്തെ വന്നോ? ഞാൻ ഹാഫ് ഡേ ലീവ് എടുത്തേക്ക് വന്നടാ. തുണി കുറച്ച് കഴിവാണ്ട്. നെല്ലിപ്പണില്ലാത്തതിന്റെ പാടിപ്പ് അറിയുന്നുണ്ടല്ലേ? പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പണിക്ക് പോണ്ടായിരുന്നു നിനക്ക്? ഈ മഴയും പിടിച്ച് ഒരു വണ്ടിപ്പണി പോലും വരുന്നില്ല മച്ചമ്പി. എന്നിട്ട് വിളമ്പ് പറഞ്ഞേ അതും ഇല്ലെന്ന് വിളിച്ചു പറഞ്ഞു. ആണാ? അമ്മ എവിടെ പോയി? അമ്മ അങ്ങനെ അടുത്തിവിടെ ഉണ്ട്. വിളിക്കണോ? വേണ്ട, അവിടെ ഇരിക്കും. ഹാർലി ഡേവിഡ്സന്റെ എഞ്ചിൻ വർക്ക്. അല്ല, നീ ഇതുവരെ പോയില്ലേ? എവിടെയെങ്കിലും ആ സ്ഥലം ഉണ്ടായിരുന്നു. ഞാൻ പോകത്തില്ലായിരുന്നു. അമ്മ കനകമ്മച്ചമ്മ വന്നിട്ടുണ്ട്. അമ്മ പ്രത്യേകം തിരക്കി. കേട്ടടാ, എന്താ? തങ്കത്തിനാകെ സംശയമാണ് ഞാൻ നിനക്ക് പൈസ തന്നെന്നും പറഞ്ഞോണ്ട്. അപ്പൊ ഉറപ്പായിട്ട് തക്കട് ഓടിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ തന്നെ, പിന്നെ അല്ലാതെ ആര് പറയാൻ? പിന്നെ തങ്കം ചോദിക്കുകയാണെങ്കിൽ നീ പറയണം, നിന്റെ കയ്യിൽ ഞാൻ ഗുളിക വാങ്ങിക്കാൻ തന്ന പൈസയാണെന്ന്. നീ എന്റെ കയ്യിൽ തന്ന പൈസ ഗുളിക വാങ്ങിച്ചതിന്റെ ബാക്കി പൈസ ആണെന്ന് പറയണം. കേട്ടാ? അതെ, ഈ ചെറിയ പൈസ ഇട്ട ചെറിയ ലാഭം നമുക്ക് കിട്ടും. വലിയൊരു തുക ഇട്ടാണല്ലോ അവിടെ ലാഭം വരും. ഒരു കാര്യം ചെയ്യണ്ട, ഞാൻ ഈ കൊച്ചുങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ഒരു 60,000 രൂപ ബാക്കി കിടപ്പുണ്ട്. നാളെ രാവിലെ തന്നെ നമുക്ക് പോയി അതും കൂടി എടുക്കണം. വീട്ടിൽ ആളില്ലെങ്കിൽ ഉള്ള കുഴപ്പം ഇത് തന്നെ. പറയുമ്പോ നീ എവിടെ പോണെന്ന് പറയും, പക്ഷെ കാര്യത്തിന് ആളില്ലെങ്കിൽ ഒന്നും നടക്കൂല.
കൈ അങ്ങോട്ട്. കനക ഓ അലക്കുന്നോ? ഞാൻ അലക്കണോ? ആ വേണ്ടേ, കുഴപ്പമില്ല. ഞാൻ അലക്കടാ. അല്ല രണ്ടേ ഉള്ളു. എന്നാ പിന്നെ നീ അലക്ക്. ഒരു സംഭവം ഉണ്ടായി. നീയല്ലേ പറഞ്ഞത് അമ്മയും റൊണാൾഡും തമ്മില് അങ്ങനെ വേറെ ഞാനൊന്ന് വിളിക്കട്ടെ. എടാ ഇന്ന് അമ്മ റൊണാൾഡിന് പൈസ കൊടുത്തു. എന്തിന് പൈസ കൊടുത്തെന്ന്. അമ്മ റൊണാൾഡിന് പൈസ കൊടുത്തു. ഞാൻ എന്നിട്ട് അമ്മേനോട് ചോദിച്ചു, അമ്മ എന്തിനാ അമ്മ റൊണാൾഡിന് പൈസ കൊടുത്തതെന്ന് ചോദിച്ചു. അപ്പൊ അമ്മ പറയാണ്, ഞാന് കുറച്ചു കിടന്ന് തപ്പി, എന്നിട്ട് പറയാ ഞാൻ മരുന്ന് മേടിക്കാൻ വേണ്ടിട്ട് അവന്റെ പൈസ കൊടുത്തതാണ്. അല്ലേ? ഞാൻ ചോദിച്ചു. അപ്പൊ പറയാണ് അവനെ കഷ്ടപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ട്, അവൻ ഇനി ഒരു ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊടുത്തതാന്ന്. പക്ഷെ വേറെ രസം കേട്ടോ, ഇപ്പൊ കുറച്ച് ദിവസം മരുന്ന് പറയുന്നില്ല. നീ അവന്റെ കൊടുത്ത് വിടാന്ന് പറഞ്ഞോണ്ടല്ലേ? എടാ അതല്ലെന്ന്. അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് ആദ്യമേ എന്നോട് പറയാൻ പാടില്ലേ പൈസ തന്നു എന്നോട് പറയാൻ പാടില്ലേ? ഇതും പോട്ടെ, ഈ റൊണാൾഡില്ലേ, റൊണാൾഡ് അമ്മയ്ക്ക് കുറെ പൈസ കൊടുത്തെന്ന്. നെറ്റി പോറാൻ പൈസ ഇല്ലാത്തവൻ അമ്മയ്ക്ക് കുറെ പൈസ കൊടുത്തു എന്നാ പറഞ്ഞത്. തക്കിടു. അവൻ നുണ പറയോ? അവൻ നുണ പറയാൻ അറിയോ? അവൻ പറഞ്ഞ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാന്ന് പറയുന്നത്. ഇവനോട് ഇപ്പൊ ചോദിച്ച കാര്യം അറിയാം. തങ്കച്ചേട്ടത്തി ഇവിടെ ഇരിക്കുവായിരുന്നോ? അമ്മ തിരക്കുന്നു, തേയിലവെള്ളം വേണമെന്ന് പറഞ്ഞു. ഞാൻ കൊടുത്തോളാം. ചോദിക്ക്. അതെ, നിനക്ക് നമ്മ പൈസ തന്നായിരുന്നോ? കണ്ടോ? എന്തിന്? മരുന്ന് മേടിക്കാൻ. എന്നാ പോട്ടെ, നീ അമ്മയ്ക്ക് പൈസ കൊടുത്തായിരുന്നോ? അതെന്തിനാ? ഗുളിക മേടിച്ചതിന്റെ ബാക്കി. അല്ല, കൊറേ പൈസ ഉണ്ടായെന്നാ പറഞ്ഞത്. അമ്മ 500 രൂപ തന്നു, 70 രൂപ ഗുളികയ്ക്കായി. ബാക്കി 430 രൂപ അയാടെ ഉള്ള ചില്ലറയുടെ പറക്കി തന്നു. അത് കുറെ കൊണ്ട് കൊടുത്തു. എന്താ വെള്ളം തെറിക്കല്ലേ? കനക, അവൻ പറഞ്ഞോണേലേ, അമ്മയ്ക്ക് ഗുളിക മേടിക്കാൻ അമ്മ പൈസ കൊടുത്തിട്ട് അതിന്റെ ബാക്കി കിട്ടണമെങ്കിൽ അമ്മയ്ക്ക് ആദ്യം ഗുളിക മേടിക്കാൻ. ഞാൻ പറഞ്ഞ നിനക്ക് മനസ്സിലായില്ല? ഒന്നും മനസ്സിലായില്ല. അമ്മയ്ക്ക് എനിക്ക് അറിഞ്ഞൂടാ, എന്താ കുഴപ്പമുണ്ട്? എടാ, നിനക്ക് എന്താണ് ഇപ്പൊ പൈസക്ക് ഇത്ര വലിയ അത്യാവശ്യം? എത്ര രൂപ? 10,000. എടാ, പൈസ എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ഒരു കാര്യം, ഇപ്പൊ ഇന്നും നാളെ ഒന്നും നടക്കത്തില്ല. ഞാൻ കൊണ്ടായിരുന്ന പൈസ ഞാൻ വേറൊരു ആവശ്യത്തിന് അങ്ങോട്ട് എടുത്ത് കൊടുത്ത്. എടാ, പൈസ കയ്യിലുണ്ടെന്ന് നീ വിഷമിക്കട്ടെ. നീ തൽക്കാലം ഇന്നാ നാളെ വേണമെങ്കിൽ ആരെന്തെങ്കിലും ഒന്നോട്ട് മറിച്ചാലേ പറ്റത്തുള്ളൂ. ഒരാഴ്ചക്കൊക്കെ ഞാൻ തരാം. എടാ, അവരോട് ഒരു അവധി പറ, ഉണ്ടെങ്കിലല്ലേ തരാൻ പറ്റും. എടാ, ഒരു ആവശ്യത്തിനടുത്ത് ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ എടുത്ത് മറിച്ചത്. ശരി, അല്ലാതെ നിവർത്തിയില്ല. ഇപ്പൊ നിവർത്തിയില്ല. പൈസ കൈ കിടപ്പുണ്ട്. പറഞ്ഞ് മനസ്സിലാക്ക്. ഇതിപ്പോ ചീര വെള്ളമൊക്കെ ഒരു നശിക്കുമല്ലോ കണക്കിന്. ശരിയടാ. ആരെ വിളിച്ച് പൈസ കൊടുക്കാന്നൊക്കെ പറഞ്ഞു? അല്ല, ഗിരിരാജന്റെ ചീരത്തോട്ടത്തിൽ എന്തരാ ഒരു ഇത്. അത് തന്നെ അവനിപ്പോൾ ഒരു 10,000 രൂപ കൊടുത്തു. പൈസ കയ്യിലുണ്ടല്ലോ, നമുക്ക് ഒരാഴ്ചയൊക്കെ പൈസ വേണം കേട്ടാടാ. ഒരു 10,000 രൂപയെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് വരണം. അല്ല, അവന് അത്യാവശ്യം. എന്ത്? അല്ല, അതിപ്പോ അമ്മ ഇപ്പൊ അത് കയറി കേൾക്കണ്ടായിരുന്നല്ലോ. പിന്നെ കേൾക്കാതെ അവന്റെ ചീരത്തോട്ടം നശിച്ചു പോകത്തില്ലേ? അവനെന്ത് പാടുപെട്ട് പൊന്നുപോലെ വളർത്തിക്കൊണ്ടിരുന്ന ചീരത്തോട്ടോട് വെള്ളം കൊടുക്കാൻ വേണ്ടേ? പൈസ വേണ്ടേ? പൈസ ഇല്ലേ? പൈസ അങ്ങോട്ട് കൊടുത്തിരിക്കല്ലേ നമ്മൾ കമ്പ്യൂട്ടറിന്. അല്ല, അതിപ്പോ പെട്ടെന്ന് എടുക്കാൻ പറ്റത്തില്ലമ്മ. അതെന്ത്? അല്ല, അത് അവര് വിളിച്ചപ്പോഴേ അവര് വിളിച്ചിട്ട് കിട്ടുന്നില്ല. വിളിച്ചിട്ട് കിട്ടുന്നില്ലേ? നീ അങ്ങോട്ട് ചെന്ന് തിരക്ക്. തിരക്കാൻ അത് നമ്മളില് ഇതുവഴിയല്ലേ? അത് ആ പൈസ പോയ ലക്ഷണോ? എത്ര പൈസ പോയി? മൊത്തം പോയി. അയ്യോ, അയ്യോ,
അമ്മയ്ക്ക് പോകണമില്ല. അമ്മ എന്റെ ദേഹത്തോടൊക്കെ പറഞ്ഞു. എന്ത് കാര്യം? ഞാൻ വന്നപ്പോ ഇവിടെ ആരോ ഫോണിൽ സംസാരിച്ചോണ്ടിരുന്ന. കണ്ണൂർന്നല്ലോ. എഴുന്നേറ്റ് എന്താ പറ്റിയേ? നീ പിടിച്ചു അമ്മ. ഞാൻ കാര്യം ശരിയല്ല. നേരെ ഇരുന്ന് നോക്കട്ടെ. എന്താ പറ്റിയേ? എടാ എന്താടാ നീ? ഞാൻ ആരോടോ ഫോണിൽ സംസാരിച്ചോണ്ടിരുന്നേ. അതറിയത്തില്ല. ഫോണിൽ സംസാരിച്ചോണ്ട് ഫോണിൽ എന്താ പറഞ്ഞ പറ്റിയത്? എന്റെ പൈസ കൊണ്ടുപോയി തൊലച്ചു. ആര്? ഇവനോ? എങ്ങനെ? കമ്പ്യൂട്ടറിന് ഇരട്ടി ലാഭം ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ടിരിക്കുന്ന പൈസ എല്ലാം ഞാൻ എടുത്തോണ്ട് പോയി കൊടുത്ത്. ഇപ്പൊ കമ്പ്യൂട്ടറും ഇല്ല, പലിശയില്ല, റൊണാൾഡോ ഇല്ല, ഞാനും ഇല്ല, ആരും ഇല്ല. കരയല്ലേ പൈസ കൊണ്ട് കൊടുത്താ? ഞാൻ ഒരു ഓൺലൈൻ ട്രേഡിംഗ് ആപ്പിനകത്ത് ഇച്ചിരി പൈസ ഇട്ടായിരുന്നു. അപ്പൊ അവര് കുറച്ച് പൈസ ഇട്ടപ്പോ കുറച്ച് ലാഭം തന്നു വെച്ചപ്പോ അത് കഴിഞ്ഞ പിന്നെ കുറച്ച് പൈസ ഇട്ട് ആ പൈസ മൊത്തം പോയി. എത്ര രൂപ ഉണ്ടായിരുന്നു? പൈസ കുറച്ചേ ഉള്ളൂ. എത്ര രൂപ? എന്റെ ഒരു മാസത്തെ ശമ്പളത്തിന്റെ അത്രയൊക്കെ വരത്തുള്ളൂ. 10,000 രൂപ. അല്ല എത്ര രൂപ ഉണ്ടായിരുന്നു? മര്യാദക്ക് എന്റെ പൈസ പോയി വാങ്ങിച്ചോണ്ട് തരാം. എല്ലാം കൂടെ ഏതാണ്ട് ഒന്നിനോട് അടുപ്പിച്ചൊക്കെ വരും മക്കളെ. എന്റെ കൈ കിടന്ന പൈസ എല്ലാം ഇത് മനഃപൂർവ്വം പറ്റിയല്ല മച്ചമ്പി. ഇതിന്റെ ഒരാൾ വർക്ക്ഷോപ്പിൽ സ്ഥിരമായിട്ട് പണിക്ക് വരുമായിരുന്നു. അപ്പൊ അയാളാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അയാൾക്ക് വരുന്ന വരുമാനത്തിന്റെ ഇതൊക്കെ കാണിച്ചപ്പോൾ പണ്ട് എനിക്കൊരു അബദ്ധം പറ്റിയോണ്ട് ഞാൻ പിടികൊടുത്തില്ല. പക്ഷെ അയാൾ എനിക്ക് ആദ്യത്തെ അടവിന്റെ പൈസ അയാള് മുടക്കി ഇടാന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ എല്ലാം 10,000-17,000 രൂപ ലാഭമായിട്ട് വന്നപ്പോ അങ്ങനല്ലേ എല്ലാ ദിവസം പത്രത്തിൽ വരുന്ന കാര്യമില്ല. പത്രത്തിലും സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന കാര്യമില്ല. ഇത് അതെങ്കിലും മനസ്സിലാക്കണ്ടേ? പാവം വയസ്സായ ആൾക്കാരാണ് പറ്റിക്കണേ. നീ അല്ല ഈ ലാഭം എല്ലാം കൂട്ടി വെച്ച് മുത്തിന്റെ കല്യാണം. ഓ പിന്നെ നീ അല്ലേ അമ്മയ്ക്ക് ഇത് വരണം, അമ്മയ്ക്ക് ഇത് വരണം. ഇവിടെ ഞാൻ ഇല്ലായിരുന്ന? എന്നോടൊരു വാക്ക് പറഞ്ഞ അമ്മ അവളില്ലായിരുന്ന? അവളോട് ചോദിച്ചാ? നീ ഇപ്പൊ കിടന്ന് കുതിര ചാടണ്ട. ഞാൻ നിന്നോട് മലയാളത്തിൽ പറഞ്ഞാണോ രണ്ടും കൂടി എന്തോ ഒപ്പിക്കുന്നുണ്ടെന്ന്. അപ്പൊ പോലീസുകാരന്റെ ഭാര്യ എന്തായി? അല്ല അമ്മയ്ക്ക് ഇത് വരും. അമ്മ എന്നെ ഇങ്ങനെ ചതിയെ കൊണ്ട് ചാടിക്കൊന്നും ഞാൻ അറിഞ്ഞില്ല. റൊണാൾഡോ ഇന്ന് നിർത്തിക്കൊള്ളണം നിന്റെ ഈ പരിപാടി, കേട്ടല്ലോ? സത്യം പറഞ്ഞ ഇപ്പോഴൊരു ആശ്വാസമായത്. എന്തേ? പോയ പൈസ നിങ്ങൾ എന്തായാലും ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. അത് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ പോയി ഇവിടുന്ന് ഒപ്പിക്കും? നീ ഒപ്പിക്കണം. നീ ആ പൈസ ഒപ്പിച്ചതിനകത്ത് കയറിയാ നീ പൈസ വാങ്ങിച്ചു കാര്യം പറഞ്ഞില്ല. നിന്നെ ഞാൻ കൊല്ലും. Aliens